ഹായ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സെർബിയയിലെ ബെൽഗ്രേഡ് കോട്ടയാണ്. ഇത് അതിപുരാതന കാലത്ത് ഉണ്ടാക്കിയൊരു കോട്ടയാണ്. ഏതാണ്ട് 18th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചൊരു കോട്ടയാണ്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ബെൽഗ്രേഡ് കോട്ടയെ കുറിച്ചുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. ഇവിടെ ഈ ബെൽഗ്രേഡ് കോട്ടയിലായിട്ട് നമ്മൾ കയറി വരുന്ന കവാടത്തിൽ തന്നെ ഇതിൻ്റെ ഫുള്ളൊരു പിക്ചർ നമുക്ക് കാണാം. അതായത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഫുള്ളൊരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതനുസരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ടൗണിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിലെല്ലാം നടക്കാം, ഇതിലെല്ലാം കാണേണ്ട സ്ഥലങ്ങളുണ്ട്, ഇതിലെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫുൾ പിക്ചർ നമുക്ക് ഇതിൻ്റെ ബെൽഗ്രേഡ് കോട്ടയിൽ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ പുറകെ കാണുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്കാണ്. ഡിനോ പാർക്കാണ് ഇത് അറിയപ്പെടുന്നത്. നിറയെ ദിനോസറുകൾ മാത്രം കാണിക്കുന്ന കുറേ സ്റ്റാറ്റ്യൂസാണ് ഇതിൽ, ദിനോസറിൻ്റെ മാത്രമുള്ള. അതുകൊണ്ടായിരിക്കണം ദിനോ പാർക്ക് എന്ന് പേര് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവരുടെ ലെറ്റേഴ്സിലാണ് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ട കോട്ടയുടെ ഏറ്റവും മോൾ വശത്താണ്. ഇതിൻ്റെ താഴത്ത് കാണുന്നതാണ് രണ്ട് നദികളുടെ സംഗമസ്ഥാനമാണെന്നാണ് അവർ അവിടെ എഴുതിയേക്കുന്നത്. സാവ ഡാനുബ്, അങ്ങനെ രണ്ട് നദികൾ വന്ന് കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതാണ് കോട്ടയുടെ ഏറ്റവും മോൾ വശം. ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നല്ല മനസ്സിലാകും. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല വൈബാണ്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതലും സെർബിയയിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന, അതായത് വിദേശികൾ കാണാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ കോട്ട അത്രയേറെ വിദേശികൾ വരുന്നുണ്ട് ഇവിടെ കാണാൻ. ഇപ്പോൾ തന്നെ നിറയെ വിദേശികൾ വന്നിട്ട് കാണാൻ വരുന്നുണ്ട്. സോ ഇത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിതാ. ഞാൻ പറഞ്ഞ ഗൈഡും കോപ്പൊന്നും വേണ്ട മച്ചാൻ. ഇവിടുന്ന് നല്ലൊരു സീൻ കിട്ടുവേ. ഈ കോട്ടയുടെ സൈഡുകളിലെല്ലാം, അതായത് അകത്ത് വശങ്ങളിലെല്ലാം നിറയെ റൂമുകളും എല്ലാം കാര്യങ്ങളുണ്ട്. പണ്ടത്തെ ആൾക്കാർ താമസിക്കാൻ, അതായത് സൈനികർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള നല്ല എല്ലാ സെറ്റപ്പും കോട്ടയ്ക്കകത്ത് കാണുന്നുണ്ട്. ഈ കോട്ട അതുപോലെ നല്ല വെല്ലായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നു തോന്നുന്നൊന്നുമില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ കല്ലുകളൊക്കെ ഇളകിയും അല്ലാതെയൊക്കെ കിടപ്പുണ്ട്. സോ ഇവർ
നല്ല വെല്ലായിട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് രാത്രിയെല്ലാം ഈ കോട്ട കാണാൻ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഒത്തിരി റൂമുകളുണ്ട്, നിരവധി റൂമുകളുണ്ട്. എല്ലാം ഓപ്പൺ അല്ല ഇപ്പോൾ ഈ സമയത്ത്, പക്ഷേ ഓൾമോസ്റ്റ് ഒത്തിരി റൂമുകൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതാണ് ഇത് ആക്ച്വലി ഒരു ഇതിലോട്ട് കടക്കുന്നതായിരുന്നു. ഇതിന് നല്ല വാതിലുകളൊക്കെ ഉണ്ട്. ഇതിൽ പുരാതന കാലത്ത് വാതിലുകളായിരുന്നു. ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ അവസാനിച്ചു. ബെൽഗ്രേഡ് കോട്ടയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഏകദേശം നല്ല സന്ധ്യയായി, 7:30 ഇപ്പോഴത്തെ സമയം 7:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല വെളിച്ചമുണ്ട്. സോ അടുത്ത നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സെർബിയയിലെ ബെൽഗ്രേഡ് കോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ലപോലെ ഷെയർ ചെയ്യുക.